ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാവേ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന പുസ്തകം ആരെക്കുറിച്ചുള്ളതാണ്? ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ്, ഒന്നല്ലെങ്കിൽ അങ്ങനെ ചോദിക്കാം, അല്ലെങ്കിൽ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണെന്നും ചോദിക്കാം കേട്ടോ. അത് ആരാണ്? ബാലഗംഗാധര തിലകനാണ് അല്ലേ? ബാലഗംഗാധര തിലകനാണ് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന പുസ്തകം അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ് അല്ലെ, ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും ബാലഗംഗാധര തിലകനാണ്. ഓക്കെ, അങ്ങനെ ആണെങ്കിൽ ഇദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് എന്തെന്നാ? ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്നാണ്. അപ്പൊ ഇന്ത്യൻ അശാന്തിയുടെ പിതാവ്, ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ്, ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? ബാലഗംഗാധര തിലകനാണ്. ഓക്കെ, ഇന്ത്യൻ അൺട്രസ്റ്റ് എന്ന പുസ്തകം, ഇന്ത്യൻ അൺട്രസ്റ്റ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇന്ത്യൻ അൺട്രസ്റ്റ്, ഈ പുസ്തകം ആരുടെയാണ്? വാലന്റൈൻ ഷിറോൾ ആണ് അല്ലേ? ഈ പുസ്തകം രചിച്ചത് ആരാണ്? വാലന്റൈൻ ഷിറോൾ ആണെന്ന് ഓർക്കുക. ഇന്ത്യൻ അൺട്രസ്റ്റ്. അങ്ങനെയാണെങ്കിൽ ഈ ബാലഗംഗാധര തിലകൻ പൂനെയിൽ ഒരു സ്കൂൾ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ പേരറിയാമോ? ബാലഗംഗാധര തിലകൻ പൂനെയിൽ ആരംഭിച്ച സ്കൂളാണ് ന്യൂ ഇംഗ്ലീഷ് സ്കൂൾ. ന്യൂ ഇംഗ്ലീഷ് സ്കൂൾ ആണ്. ഇന്ത്യയുടെ കിരീടം വെക്കാത്ത രാജകുമാരൻ എന്നറിയപ്പെടുന്നതും ഇദ്ദേഹമാണ്. കുറേ വിശേഷണങ്ങളുണ്ട് അല്ലെ? ഇന്ത്യയുടെ കിരീടം വെക്കാത്ത രാജകുമാരൻ എന്ന് അറിയപ്പെടുന്നതും ബാലഗംഗാധര തിലകനാണ്. ഓക്കെ, മഹാരാഷ്ട്രയില് ശിവജി ഉത്സവം അതുപോലെ ഗണേശോത്സവം ഒക്കെ ആരംഭിച്ചത് ഇദ്ദേഹമായിരുന്നു. മഹാരാഷ്ട്രയിൽ ശിവജി ഉത്സവം, ഗണേശോത്സവം ഒക്കെ ആരംഭിച്ചത് ബാലഗംഗാധര തിലകനാണ്. കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനത്തെ അവധികാല വിനോദ പരിപാടി എന്ന് കളിയാക്കി അല്ലെ? നമ്മുടെ INCയുടെ വാർഷിക സമ്മേളനത്തെ അദ്ദേഹം എന്തെന്നാ പറഞ്ഞാ കളിയാക്കിയത്? അവധിക്കാല വിനോദ പരിപാടി എന്ന് പറഞ്ഞ് കളിയാക്കി. അത് ചോദിക്കാറുണ്ട് PSC. ഓക്കെ, അതുപോലെ തന്നെ വേറെ ബാലഗംഗാധരനെ കുറിച്ച് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, സ്വരാജ്യം എൻ്റെ ജന്മ അവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞതും ബാലഗംഗാധര തിലകനാണ് കേട്ടോ. സ്വരാജ്യം എൻ്റെ ജന്മ അവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ചതും ഇദ്ദേഹമാണ്. ഓക്കെ, കിട്ടുമല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. സമയമില്ലാത്തതുകൊണ്ടാണ് പെട്ടെന്ന് പോകുന്നത്, നാളെ എക്സാം ഉള്ളതല്ലേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വന്ദേ മാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത് ഏത് കൃതിയിൽ നിന്നാണ്? ഏത് കൃതിയിൽ നിന്നാണ് വന്ദേ മാതരം? നമുക്കറിയാം നമ്മുടെ ദേശീയ ഗീതം എന്നറിയപ്പെടുന്നത് വന്ദേ മാതരമാണ് അല്ലേ? എന്നാൽ ദേശീയ ഗാനം ജനഗണമനയാണ് അല്ലേ? അതൊക്കെ നിങ്ങൾക്ക് അറിയാം. വന്ദേ മാതരം എന്ന് പറയുന്നത് ദേശീയ ഗീതമാണ്. അപ്പോൾ ഈ വന്ദേ മാതരം എഴുതിയത് ആരാണ്? എല്ലാവർക്കും അറിയാം, അത് ആരാണ് എഴുതിയത്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് എഴുതിയിട്ടുള്ളത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്നുള്ള എടുത്തിട്ടുള്ളതാണെന്ന് ചോദിച്ചാൽ അത് ആനന്ദമഠം എന്ന നോവലിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഈ വന്ദേ മാതരം അല്ലേ? ആനന്ദമഠം എന്ന നോവലും ഇറങ്ങിയ വർഷം എന്ന് പറയാമോ? 1882 അല്ലേ? 1882 പുറത്തിറങ്ങിയ ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് വന്ദേ മാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത്. അറിയാലോ. അങ്ങനെയാണെങ്കിൽ ഈ വന്ദേ മാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയത് ആരാണ്? വന്ദേ മാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയത് അരബിന്ദ ഘോഷാണ്. അരബിന്ദ ഘോഷാണ്. ഏത് ഭാഷയിലാണ് ഇത് രചിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാലോ? ബംഗാളി ഭാഷയിലാണ്. വന്ദേ മാതരം രചിച്ചിരിക്കുന്ന ഭാഷ ബംഗാളിയാണ്. ഈ വന്ദേ മാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയത് അരബിന്ദോ ഘോഷാണ്. ഓർത്തു വെച്ചേക്കണം. അങ്ങനെയാണെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സഭ വന്ദേ മാതരം അല്ലെങ്കിൽ നമ്മുടെ ഈ ജനഗണമനയൊക്കെ അംഗീകരിച്ചത് ഒരേ വർഷമാണ് അല്ലേ? ഒരേ ദിവസവും ഒരേ വർഷമാണ്. അതൊന്ന് പഠിച്ചു വെച്ചേക്കണം. 1950 ജനുവരി 24-നാണ്. ഓക്കെ, കിട്ടുമല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ്. ഇത് ആരുടെ വാക്കുകളാണ്? വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ് എന്ന് പറഞ്ഞത് ആരാണ്? അത് വീരേശലിംഗമാണ് അങ്ങനെ പറഞ്ഞത് അല്ലേ? വീരേശലിംഗത്തിന്റെ വാക്കുകളാണത്. നമുക്കറിയാം ആന്ധ്രാപ്രദേശിൽ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ച വ്യക്തിയാണ് ആര്? വീരേശലിംഗം പന്തലു. ആന്ധ്രാപ്രദേശിൽ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ച വ്യക്തിയാണ്. ഓക്കെ, അദ്ദേഹത്തിന് ഒരു മാസികയുണ്ട്. ആർക്കെങ്കിലും അറിയാമോ? അദ്ദേഹത്തിന് ഒരു മാസിക ഉണ്ടടാ, വിവേകവർദ്ധിനി എന്ന മാസിക വീരേശലിംഗം പന്തലു ആണ്. വി ആയിട്ട് കണക്ട് ചെയ്യാം കേട്ടോ. വിവേകവർദ്ധിനിയിൽ ഒരു വി ഉണ്ട്, വീരേശലിംഗം എന്ന് പറയുമ്പോൾ വി ഇല്ലേ? ഓക്കെ, വിവേകവർദ്ധിനി വീരേശലിംഗം പന്തലു. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ സംഘടന എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു സംഘടനയുണ്ടല്ലേ, ഏതാണ്? ഹിതകാരിണി സമാജം എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? വീരേശലിംഗം പന്തലുവാണ്. അതുപോലെ തന്നെ മദ്രാസ് ഹിന്ദു അസോസിയേഷൻ 1892 മദ്രാസ് ഹിന്ദു അസോസിയേഷൻ ആരംഭിച്ച വ്യക്തിയും ആരാണ്? വീരേശലിംഗം പന്തലുവാണ്. ഓക്കെ അല്ലേ? കിട്ടുമല്ലോ. അപ്പോൾ ആന്ധ്രാപ്രദേശിൽ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചത് വീരേശലിംഗം പന്തലുവാണ്. അദ്ദേഹത്തിന്റെ മാസിക വിവേകവർദ്ധിനി, സംഘടന ചോദിച്ചാൽ ഹിതകാരിണി സമാജം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? അത് ജവഹർലാൽ നെഹ്റു ആണ് അല്ലേ?
പഞ്ചശീല തത്വങ്ങൾ 1954 പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ആരൊക്കെ തമ്മിലായിരുന്നു? ഇന്ത്യയും ചൈനയും തമ്മിലായിരുന്നു അല്ലേ? അത് ഒപ്പുവെച്ചത് നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ജവഹർലാൽ നെഹ്റുവും ചൈനയ്ക്ക് വേണ്ടിയിട്ട് ചൈനീസ് പ്രധാനമന്ത്രിയായ ചൗ എൻ ലായുമാണ് ഇതിനകത്ത് ഒപ്പുവെക്കുന്നത്. ചൗ എൻ ലായ്. ഓക്കെ, ഇത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 1954 ഏപ്രിൽ, ഡേറ്റ് ഓർത്ത് വെച്ചേക്കണം, 29-നാണ്. 1954 ഏപ്രിൽ 29-നാണ്. നമ്മുടെ ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് അടിസ്ഥാനമായ തത്വമാണിത് അല്ലേ? ചേരിചേരാ പ്രസ്ഥാനം രൂപീകരിക്കാൻ കാരണമായിട്ടുള്ള തത്വമാണ് പഞ്ചശീല തത്വങ്ങൾ. ഈ ചേരിചേരാ സംഘടന എന്നൊരു ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ആരായിരുന്നു? ചേരിചേരാ സംഘടന എന്ന ആശയം അത് വി.കെ. കൃഷ്ണമേനോനാണ്. ചേരിചേരാ സംഘടന എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ആരാണ്? വി.കെ. കൃഷ്ണമേനോനാണ്. ഈ ചേരിചേരാ സംഘടന രൂപീകരിക്കപ്പെട്ടത് എവിടെ വെച്ചിട്ടാണ്? ചേരിചേരാ സംഘടന രൂപീകരിക്കുന്നത് ബെൽഗ്രേഡിൽ വെച്ചിട്ടാണ്. തെറ്റിക്കരുത്, ബെൽഗ്രേഡിൽ വെച്ചിട്ടാണ് ചേരിചേരാ സംഘടന രൂപീകരിക്കുന്നത്. വർഷം 1961 കേട്ടോ. 1961 ബെൽഗ്രേഡിൽ വെച്ചിട്ട് ചേരിചേരാ സംഘടന. ക്വസ്റ്റ്യൻസിന്റെ ബാക്കി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ആണേ. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ഇത് പൂർത്തീകരിച്ചില്ലല്ലേ? അതിനു മുമ്പ് വീഡിയോയ്ക്ക് എന്തോ ടെക്നിക്കൽ എററായിട്ട് എന്തോ പ്രശ്നം വന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ അത് റിവൈസ് ചെയ്യാം, ഒന്നുകൂടെ ഒന്ന് പറയാവേ അത്. അപ്പോൾ ചേരിചേരാ സംഘടന രൂപീകരിക്കപ്പെട്ടത് ബെൽഗ്രേഡിൽ വെച്ചിട്ട് 1961-ലാണ്. ഓക്കെ, ഈ ചേരിചേരാ പ്രസ്ഥാനം രൂപീകരിക്കാൻ തീരുമാനിച്ച സമ്മേളനം ഏതാ? അത് ബെന്തൂങ് ആണ് അല്ലേ? 1955 ബെന്തൂങ് സമ്മേളനത്തിലാണ് ചേരിചേരാ പ്രസ്ഥാനം രൂപീകരിക്കാൻ തീരുമാനിക്കുന്നത്. ഓക്കെ അല്ലേ? എന്നാൽ ചേരിചേരാ സംഘടന രൂപീകരിച്ചത് ബെൽഗ്രേഡിൽ വെച്ചിട്ട് 61-ലാണെന്ന് നമ്മൾ പറഞ്ഞു. രൂപീകരിക്കാൻ തീരുമാനിച്ചത് ബെന്തൂങ് സമ്മേളനം 1955. രണ്ടും മാറിപ്പോവല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാലോ. പഞ്ചശീല തത്വങ്ങൾ കിട്ടിയല്ലോ, പഞ്ചശീല കരാറ് കിട്ടിയല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനെ വരിക സഹചരെ വലിയ സഹന സമരമായി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തി പകർന്ന ഈ വരികൾ ആരാണ് രചിച്ചത്? ആരുടെ വരികളാണെന്ന് അറിയാമോ? അംശി നാരായണപിള്ള. PSCക്ക് ഇഷ്ടമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അത് അംശി നാരായണപിള്ളയുടെ വരികളാണ് അല്ലേ? അത് ഈ ഗാനം ഊർജ്ജം നൽകിയ സത്യാഗ്രഹം ഏതായിരുന്നു? ഏത് സത്യാഗ്രഹത്തിന് മുന്നോടിയായിട്ട് ഇത് ചൊല്ലുന്നത്? ഉപ്പ് സത്യാഗ്രഹത്തിന് അല്ലെ? കേരളത്തിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിന് മുന്നോടിയായിരുന്നു ഇത്.